ഇന്ന് നമുക്കൊരു ഓറഞ്ച് കേക്ക് ഉണ്ടാക്കാം. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ 2.5 കപ്പ്, 1.5 കപ്പ് പഞ്ചസാര, റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ 200 ഗ്രാം, 3 മുട്ട, 1 കപ്പ് ഫ്രഷ് ഓറഞ്ച് ജ്യൂസ്, ബേക്കിംഗ് പൗഡർ 2 ടീസ്പൂൺ, ഓറഞ്ചിൻ്റെ തൊലി ചുരണ്ടിയത് 1 ടേബിൾ സ്പൂൺ, വാനില എസൻസ് 1 ടീസ്പൂൺ, ഉപ്പ് 1/4 ടീസ്പൂൺ. ആദ്യം നമുക്ക് ഓവൻ 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്യാം. ഇനി നമുക്ക് മൈദയിലേക്ക് ബേക്കിംഗ് പൗഡറും ഉപ്പും മിക്സ് ചെയ്യാം. ഇത് നമുക്ക് കുറഞ്ഞത് 2 പ്രാവശ്യമെങ്കിലും ഇടഞ്ഞെടുക്കാം. ഇപ്പോൾ ഇത് ഇടഞ്ഞെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് 1 പ്രാവശ്യം കൂടി ചെയ്യാം. ഇപ്പോൾ നമ്മളിത് 2 പ്രാവശ്യം ഇടഞ്ഞെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു ബൗളിലേക്ക് ബട്ടർ ചേർക്കാം. അതോടൊപ്പം തന്നെ പഞ്ചസാരയും ചേർക്കാം. ഇതിനി നല്ല ക്രീമി ആകുന്നത് വരെ നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നല്ല ക്രീമി ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി വാനില എസൻസും ഓറഞ്ചിൻ്റെ തൊലി ചുരണ്ടിയതും ചേർക്കാം. ഓറഞ്ചിൻ്റെ തൊലി ചുരണ്ടിയെടുക്കുമ്പോൾ അതിൻ്റെ പുറം ഭാഗത്തുള്ള യെല്ലോ ഭാഗം മാത്രം ചുരണ്ടിയെടുക്കുക. ഉള്ളിലുള്ള വൈറ്റ് പാർട്ട് അല്പം പോലും പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. വൈറ്റ് പാർട്ട് വന്നാൽ കേക്കിന് കയ്പ്പ് രസം ഫീൽ ചെയ്യും. ഇനി നമുക്കിത് ഒന്ന് യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് മുട്ട ഓരോന്നായി ചേർത്ത് യോജിപ്പിക്കാം. ഇപ്പോൾ മുട്ട മുഴുവനായും യോജിപ്പിച്ച് കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് മൈദാക്കൂട്ടും ഓറഞ്ച് ജ്യൂസും ഇടവിട്ട് ചേർത്ത് യോജിപ്പിക്കാം. ആദ്യം 1/4 ഭാഗം മൈദ ചേർക്കാം. ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഓറഞ്ച് ജ്യൂസിൽ നിന്നും അല്പം ഒഴിക്കാം. ഓറഞ്ച് ജ്യൂസ് എടുക്കുമ്പോഴെപ്പോഴും ആ ടൈമിൽ എടുക്കാൻ ശ്രദ്ധിക്കണം. അല്പം മുമ്പേ എടുത്തു വെച്ചാൽ കഴിക്കാൻ സാധ്യതയുണ്ട്. അതും നമുക്കൊന്ന് യോജിപ്പിക്കാം. ഇനി വീണ്ടും നമുക്ക് മൈദാക്കൂട്ട് ചേർക്കാം. ഇതുപോലെ ഇടവിട്ട് മൈദയും ഓറഞ്ച് ജ്യൂസും ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം.
ഇപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും യോജിപ്പിച്ച് കഴിഞ്ഞു. ഇനി നമുക്കിത് കേക്ക് ടിന്നിലോട്ട് മാറ്റാം. ഞാൻ എടുത്തിരിക്കുന്നത് ഒരു സിലിക്കോൺ മോൾഡാണ്. അതുകൊണ്ട് ബട്ടർ പുരട്ടി ഫ്ലോർ ഡസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു ബട്ടർ പേപ്പർ വിരിച്ചിട്ടാൽ മതി. സിലിക്കോൺ മോൾഡല്ല എടുക്കുന്നതെങ്കിൽ കേക്ക് ടിന്നിൽ അല്പം ബട്ടർ പുരട്ടി ഫ്ലോർ ഡസ്റ്റ് ചെയ്യണം. ഇനി നമുക്കിതിലേക്ക് ബാറ്റർ ഒഴിക്കാം. ബാറ്റർ ഒഴിച്ച ശേഷം കേക്ക് ടിൻ 4-5 തവണയൊന്ന് തട്ടിക്കൊടുക്കണം. അതിലുള്ള എയർ ബബിൾസ് പോകാനാണിത്. ഇനി നമുക്കിത് 180 ഡിഗ്രി പ്രീഹീറ്റ് ചെയ്ത അവന് 1 മണിക്കൂർ ബേക്ക് ചെയ്യാം. ഇനി 1 മണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കേക്ക് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം.